കണ്ണൂർ ഇരിട്ടി പേരട്ടയിൽ കാട്ടാനയുടെ മുന്നിൽ നിന്നും സ്കൂട്ടർ യാത്രക്കാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പേരട്ട തൊട്ടിപ്പാലം ടൗണിലാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാനയുള്ളത് അറിയാതെ ഇരുചക്ര വാഹനവുമായി അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ആന അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് വണ്ടി മറിഞ്ഞോ? ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മലയോര മേഖല ആണിത്, അവിടെ സ്ഥിരമാന ഇറങ്ങുന്ന പ്രദേശമാണ്. ഇത് കർണാടക വനമേഖലയിൽ നിന്ന് ഇറങ്ങിയ ആനയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇരിട്ടി പേരട്ട തൊട്ടിപ്പാലം ടൗണിലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി കാട്ടാനയെ കണ്ടത്. ഈ ടൗണിന്റെ ഒരു സൈഡിൽ റോഡ് അരികിലായി കാട്ടാന നിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ സ്കൂട്ടർ യാത്രക്കാരൻ അതുവഴി വരുമ്പോൾ കാട്ടാനയെ കാണുന്നില്ല. തൊട്ടടുത്തെത്തുമ്പോഴാണ് കാട്ടാനയെ കാണുന്നത്. അങ്ങനെ ഭയന്ന് വിറച്ച് ഈ സ്കൂട്ടർ മറിഞ്ഞു. അങ്ങനെ ഈ ഡ്രൈവർ, ഈ സ്കൂട്ടർ യാത്രികൻ റോഡിലേക്ക് വീണു. ആ സമയത്ത് കാട്ടാന ഈ സ്കൂട്ടറിന്റെ സമീപത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ വളരെ വേഗം തിരിഞ്ഞ് ഓടുകയാണ് കാട്ടാന ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായി ഡ്രൈവർ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇത് ടൗണിലാണ് ഈ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനടുത്ത കർണാടക വനമേഖലയുണ്ട്. അവിടെ നിന്നും ഇവിടേക്ക് ആന ഇറങ്ങിയതാകാം എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. നേരത്തെ കഴിഞ്ഞ 1 മാസത്തിനിടെ ഈ പേരട്ട ടൗണിൽ നേരത്തെ കാട്ടാന ഇറങ്ങിയിരുന്നു. ഇപ്പോൾ ഇത് ഈ ആശ്വാസകരമായ കാര്യം, ഈ സ്കൂട്ടർ യാത്രികനെ കാട്ടാൻ ആക്രമിച്ചില്ല എന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ കാട്ടാന ടൗൺ മേഖലയാണിത്, അവിടെയാണ് ആന ഇറങ്ങിയിരിക്കുന്നത്. കർണാടക വനമേഖലയിൽ നിന്നാകാം എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ വനം വകുപ്പിൻ്റെ.